ഹലോ ഗൈസ്, അപ്പം പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി കസിൻ വന്നപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്താണ് ഹോട്ടൽ ശ്രീദേവിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി ശ്രീദേവിയിലേക്ക് കയറി. ചിക്കൻ പൊതിച്ചോറും മീൻ പൊതിച്ചോറും ചട്ടിച്ചോറും എല്ലാം നമ്മുടെ ശ്രീദേവിയിലുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം ഉച്ച സമയം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫിഷ് പൊതിച്ചോറും ഒരു ചിക്കൻ പൊതിച്ചോറും നമ്മൾ ഓർഡർ ചെയ്തത്. ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഫിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ഓംലെറ്റും മാന്തയും ചെമ്മീനും കൂന്തലും മത്തിയൊക്കെ ആയിട്ട് അടിപൊളി തന്നെയായിരുന്നു ഫിഷ് പൊതിച്ചോറ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഫിഷ് പൊതിച്ചോറാണെങ്കിലും ചിക്കൻ പൊതിച്ചോറാണെങ്കിലും. ഞാൻ പിന്നെ ഫിഷിന്റെ ആളായതുകൊണ്ടാണ് ഫിഷ് പൊതിച്ചോറ് വാങ്ങിയത്. ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയായിരുന്നു. കാരണം നമ്മുടെ കണ്ണൂരിൽ കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പൊതിച്ചോറ് തന്നെയായിരുന്നു ഞാൻ ശ്രീദേവിന്ന് കഴിച്ചത്. ഫുഡ് കഴിച്ചതിന് ശേഷം നല്ലൊരു പായസമൊക്കെ കുടിച്ച് ഇത്രയും അടിപൊളി ഫിഷ് പൊതിച്ചോറും ചിക്കൻ പൊതിച്ചോറും എത്ര വിലയാണെന്നും കൂടെ കേട്ടാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും. വില എത്രയാണെന്ന് അറിയാൻ വേണ്ടി തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ അഭിപ്രായം കൂടെ ചോദിച്ചു നോക്കാം. എൻ്റെ റെക്കമെൻഡേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നൈസ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഇതൊക്കെയായിരുന്നു. നമ്മൾ ഫിഷ് പൊതിച്ചോറ് കഴിച്ചത്. ഞാൻ കഴിച്ചത് ഫിഷ് പൊതിച്ചോറാണ്. ചിക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചിക്കൻ അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞത്. ഓക്കെ, റെക്കമെൻഡ് ചെയ്യുമോ നിങ്ങൾ? ഉറപ്പായിട്ടും.